പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഒരുപാട് പുതിയ തലമുറയിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ 24ലേക്ക് ജോലിക്കായി വന്നിട്ടുണ്ട്. ഒരു ജെൻസി വിപ്ലവം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു തള്ളിക്കയറ്റം 24ൽ ഉണ്ടാകുന്നു. നമ്മളെപ്പോലുള്ള വയസ്സന്മാരുടെ ഇടയിലേക്ക് ഒരുപാട് പുതിയ ആളുകൾ വരുന്നു. അതിനിടയിൽ ചില ആളുകളൊക്കെ പൊഴിഞ്ഞു പോകുന്നതുകൊണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ 24 തകർന്നു പോയി, ഇതാ ആളുകളെല്ലാം ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ചില കുൽസിത ബുദ്ധികളുടെ പ്രചാരണങ്ങൾ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇതൊന്നും എന്നെ അലട്ടുന്ന പ്രശ്നമല്ല. അതേസമയം ഞാൻ നിങ്ങളുടെ ഒരു കുറച്ചൊരു ചരിത്രം പറയാം. കുറച്ച് പിന്നോട്ട് നടക്കുമ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് ഞാൻ രാജിവെച്ച കാലം ചിലരൊക്കെ പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു, ശ്രീകണ്ഠൻ നായർ ഇറങ്ങിപ്പോയി, അതുകൊണ്ട് ഏഷ്യാനെറ്റിന് 8 നിലയിലും 16 നിലയിലും പൊട്ടാൻ പോവാണെന്ന് പറഞ്ഞു. ഏഷ്യാനെറ്റ് 28 നിലയിൽ വളരുകയാണെന്ന്. ഞാൻ ഇറങ്ങിയതോടെ കുറച്ചുകൂടെ ഏഷ്യാനെറ്റ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ ധൈര്യപൂർവ്വം ഞാൻ പറയും. ഇതൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ത്രികോണമാണ്. ആ ഏഷ്യാനെറ്റ് എന്ന ബ്രാൻഡ് നെയിമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രധാനം. അതുപോലെ തന്നെയാണ് 24 എന്ന് പറയുന്ന ഈ ബ്രാൻഡ് നെയിം. 24നെ ആളുകൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാർത്താ ചാനൽ ഏതെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. ഞാൻ ഇന്നലെ MESൻ്റെ ഒരു കൊച്ചി നടന്ന ഒരു വലിയ ഫംഗ്ഷനിൽ പോയി. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഫംഗ്ഷനിലായിരുന്നു. അവർ 24നോടൊക്കെ കാണിക്കുന്ന താല്പര്യം സ്വന്തം മക്കളോട് കാണിക്കുന്ന താല്പര്യം പോലെയാണ് എനിക്കിഷ്ടം. ഇത്രയധികം പ്രേക്ഷകർ എനിക്ക് കരുത്തായി നിൽക്കുമ്പോൾ ഇതൊന്നും എന്നെ വിളിക്കില്ല. ഒരിക്കൽ കൂടി താങ്ക്സ് മൈ ഡിയർ വ്യൂവേഴ്സ്, താങ്ക്സ്. വി വിൽ ഗോ ടുഗദർ. നമ്മളാ 1 കോടി ജനങ്ങളുടെ MMC ആപ്പ് ഉണ്ടല്ലോ, മില്യൺ മലയാളി ക്ലബ്ബ്. ആ 1 കോടി ജനങ്ങൾ ഒരേ കുടയിൽ കയറി നിൽക്കുന്ന ആപ്പ് ഫെബ്രുവരി 1 നമുക്ക് റെഡിയാവും. അതിൽ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരൊറ്റ പോക്കാണ്. ഇനി നമുക്ക് ഇന്നിപ്പോൾ രാത്രി 8:15 തമ്മിൽ വരുന്ന പരിപാടി ഒരു മേക്കപ്പ് ട്രെൻഡിനെ കുറിച്ചാണ്. ആളുകൾ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി അന്തം വിട്ട ചില പരിപാടികൾ ചെയ്യുന്നു. ഈ യഥാർത്ഥത്തിൽ ഈ മുടിയിൽ എന്തൊക്കെയോ കുത്തിക്കയറ്റി വെക്കാൻ ശ്രമിച്ചിട്ട് ഈ ഭാഗം തന്നെ അങ്ങ് അടർന്നു പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാച്ചുറലായിട്ടുള്ള ബ്യൂട്ടി തകർത്ത് കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കാനുള്ള വഴി തേടുമ്പോൾ വലിയ അപകടം നമ്മളെ പതിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല കുടലൊക്കെ വെട്ടിച്ചുരുക്കി തടി കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അടിമുടി കൃത്രിമം. മാത്രമല്ല ഇതിൽ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇത്തരം കൃത്രിമമായി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന രജിസ്ട്രേഷനോ ലൈസൻസോ ഗവൺമെൻറ് അംഗീകാരമില്ലാത്ത ഒരു 10,000 സ്ഥാപനങ്ങളുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും ഇതിലുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണും. ഇന്ന് രാത്രി 8:15 അതിൻ്റെ ഒരു പ്രൊമോഷണൽ ട്രെയിലർ ഞാനിപ്പോൾ കാണിച്ചു തരാം. മേക്കപ്പ് ട്രെൻഡുകളുടെ ഇരയാകുന്നുണ്ടോ ഇന്നത്തെ യുവത്വം? വെളുക്കാൻ തേച്ചത് പാണ്ടായി. The highest literacy എന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ they get easily carried away by advertisement and bloggers. സൗന്ദര്യം കൂടാനുള്ള ശ്രമങ്ങൾ അപകടമാകുന്നത് എപ്പോൾ? അമ്മ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. അവര് കണ്ണും പൂട്ടി അങ്ങ് പോയിരിക്കും. ചിലരുടെ ജീവിതം ഇപ്പൊ തിന്നുക. ഇതൊരു മാനസിക രോഗമാണ്. മാനസിക രോഗമായിട്ട് കണക്കാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. മുഖം വെളുപ്പിക്കാൻ ശ്രമിച്ച് ജീവിതം തന്നെ ഇരുണ്ടുപോയവരുണ്ടോ? ഇത്രയും പാർട്ട് ഇളകി പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്കിൻ കംപ്ലൈന്റും ആയിട്ടുണ്ടാവും. ശരിക്കും നമ്മളുടെ ഗവൺമെന്റ് അതിൽ സ്ട്രോങ് ആണ്. നമ്മുടെ കൊച്ചി തന്നെ ഒരു 4,000 ക്ലിനിക്സ് ഉണ്ട്. പക്ഷെ അതിൽ ഡോക്ടേഴ്സ് റെക്കഗ്നൈസ്ഡ് വെറും 500 ക്ലിനിക്കേ ഉള്ളൂ. ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ്. സൗന്ദര്യ വാഗ്ദാനങ്ങൾക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ. ഓക്സിജൻ തമ്മിൽ ബൈ SK. ഇന്ന് രാത്രി 8:15 24ൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.